ദൈവത്തിന് മഹത്വം. അപ്പോസ്തോലിക ഡെയിലി മന്ന ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്ക് 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം നമുക്കിവിടെ വായിക്കാം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. തക്ക സമയം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം. ഒരത്ഭുതത്തിൻ്റെ ദൈവം വെച്ചിരിക്കുന്ന ഒരു കൃത്യമായ സമയം. ഗോഡ്സ് പെർഫെക്റ്റ് ടൈം. ദൈവത്തിൻ്റെ കലണ്ടറിൽ നമ്മെ ഉയർത്തുവാൻ ദൈവം അടയാളം ചെയ്തിട്ടുള്ള സമയം. നാം എത്ര തിടുക്കം കാണിച്ചാലും ആ സമയത്ത് മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിഷയത്തിന് മറുപടി വൈകുന്നത് ദൈവം നമ്മെ മറന്നതുകൊണ്ടല്ല, നമ്മെ അതിനായിട്ട് ഒരുക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പഴയ നിയമത്തിലെ യോസഫ്, ആ യൗവനക്കാരനായ മനുഷ്യൻ, ദൈവം അദ്ദേഹത്തിനൊരു സ്വപ്നം കൊടുക്കുകയാണ്. അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു സ്വപ്നം. അവനെ സഹോദരന്മാരും മറ്റും നമസ്കരിക്കുന്ന, അവൻ്റെ ജീവിതം ഒരു രാജകീയ ആ അനുഭവത്തിലേക്ക് മാറുന്ന ഒരു സ്വപ്നമാണ് ദൈവം കൊടുത്തത്. എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം ഒരിക്കലും ആ സ്വപ്നം നിറവേറുവാൻ സാധ്യതയില്ലാത്ത രീതിയിൽ യോസഫിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. സ്വന്തം സഹോദരന്മാർ പോലും തന്നെ പകച്ചു. അവരുടെ സഹായത്തിനായി ചെന്ന യോസഫിനെ അവർ കൊല്ലുവാൻ പദ്ധതിയിട്ടു. അത് സാധിക്കാതെ വന്നപ്പോൾ അവർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. മനുഷ്യന്റെ അഥവാ സഹോദരന്മാരുടെ കലണ്ടറിൽ, അവരുടെ അപ്പൻ്റെ കലണ്ടറിലും ഒക്കെ യോസഫിൻ്റെ ജനന ദിവസവും യോസഫിൻ്റെ മരണ ദിവസവും അവർ എഴുതി വെച്ചു. എന്നാൽ അപ്പോഴും യോസഫ് എന്ന ഭക്തൻ ആ പൊട്ടക്കിണറുകൾ കൊണ്ട് അവസാനിച്ചില്ല. അവിടെയും ബലമുള്ള ഒരു കൈ അവൻ്റെ തലയുടെ മുകളിൽ അത് ചലിച്ചുകൊണ്ടിരുന്നു. അത് ദൈവത്തിൻ്റെ കരമായിരുന്നു. ആ കിണറ്റിൽ നിന്നും രക്ഷപ്പെട്ട യോസഫിനെ 20 വെള്ളിക്കാശിന് വിൽക്കുകയാണ്. അതേ സഹോദരന്മാർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ യോസഫ് ഒരടിമയായി കൈയും കാലും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മറ്റടിമകളോടുകൂടെ വളരെ ബദ്ധപ്പാടുകളിലൂടെ അടിമച്ചന്തയിലേക്ക് അവർ കൊണ്ടുപോകുകയാണ്. യോസഫിന്റെ ജീവിതം എത്ര പെട്ടെന്നാണ് ഇങ്ങനെയായത്. വീട്ടിൽ അപ്പനോടും സഹോദരന്മാരോടും ഒപ്പം സന്തോഷകരമായി ജീവിച്ച ആ നല്ല നാളുകൾ, എന്നാൽ അതെല്ലാം മാറിപ്പോയി. താനിപ്പോൾ കഷ്ടതയുടെ ആ കൊടുങ്കാറ്റിൽ താൻ ജീവിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇപ്രകാരമായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള വാഗ്ദത്തത്തിൻ്റെ
പൂർത്തീകരണം ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം. എന്നോട് പറഞ്ഞ ആ പ്രവചനം ഇനി നടക്കുകയില്ല എന്ന ഒരു ചിന്തയിലേക്ക് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വന്നു കാണാം. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ യോസഫിന്റെ ചരിത്രത്തിൽ തുടർന്ന് യോസഫ് മിസ്രൈമിലെ രാജാവിൻ്റെ ഒരു സേവകന്റെ വീട്ടിൽ വരികയാണ്. അവിടെയും താനൊരു അടിമ തന്നെയാണ്. എങ്കിലും അവൻ്റെ തലയുടെ മുകളിൽ അപ്പോഴും ദൈവത്തിൻ്റെ മഹത്തായ സാന്നിധ്യമുണ്ടായിരുന്നു. ആ കരം ചലിച്ചുകൊണ്ടിരുന്നു. ആ കരത്തിൻ്റെ കീഴിൽ അവിടെയും അവൻ താണിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ പോകേണ്ടി വന്നു. ഭക്തനായ ആ മനുഷ്യനെ, ആ യോസഫിനെ ഇതൊന്നും ഒരു പരാതിയായിരുന്നില്ല. സ്നേഹനിധിയായ യജമാനൻ പോലും തന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അദ്ദേഹം വിശ്വസിച്ചപ്പോൾ യോസഫിനറിയാം, തനിക്ക് സ്വപ്നം തന്നു വിട്ട ഒരു ദൈവമുണ്ട്. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും, ആരൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, തക്ക സമയത്ത് എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്നുള്ള ആ ആഴമായ വിശ്വാസം, ഉറപ്പ് യോസഫിനുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കലണ്ടറിലെ ആ തക്ക സമയത്തിലേക്കുള്ള യാത്ര, ആ രാജ പദവിയിലേക്കുള്ള യാത്ര ഈ വഴികളിലൂടെ ആയിരുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെയെല്ലാം യോസഫ് ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ്. താൻ പെറുപെറുത്തില്ല, അവിശ്വസിച്ചില്ല, ജീവിതത്തെ പഴിച്ചില്ല. ശ്രദ്ധിക്കൂ പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ആരംഭിച്ച ഈ യാത്ര, യോസഫിൻ്റെ ഈ യാത്ര 41-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ജീവിതം അത്ഭുതകരമായ നിലയിലേക്ക്, രാജകീയ പദവിയിലേക്ക് ദൈവം തന്നോട് അവൻ എന്താണോ ആ സ്വപ്നത്തിലൂടെ അറിയിച്ചത്, ഏതൊരു അനുഭവത്തിൽ എത്തിച്ചേരുമെന്നാണോ ദൈവം തന്നോട് അറിയിച്ചത്, അതേ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ തിരുവാക്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലും തക്ക സമയം ദൈവം നമ്മളെ ഉയർത്തും കേട്ടോ. ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ഭാരപ്പെട്ടു പോകണ്ട. ദൈവം നിങ്ങളെ ആ ബലമുള്ള കരങ്ങൾ കൊണ്ട് ഉയർത്തും. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ കൈവിടരുത്. കൈവിടാതെ നാം സൂക്ഷിക്കണം. ദൈവത്തോടുകൂടെ പർദീസയിൽ നമ്മുടെ കർത്താവിനോട് കൂടെ വസിക്കുവാനുള്ള ഒരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് ആ വാഗ്ദത്തം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ കഷ്ടതകളും നിന്ദകളും, ചെയ്യാത്ത കുറ്റത്തിന് പൊട്ടക്കിണറുകളും പരിഹാസങ്ങളും നമുക്ക് കിട്ടിയേക്കാം. എങ്കിലും പിന്മാറിപ്പോകാതെ ആ സർവശക്തനായ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നാൽ ആ കൈ നമ്മെ ഇവിടെ നിന്നും ആ സ്വർഗസ്ഥലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയി എത്തിക്കും. ആ നാളും നാഴികയും ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ആ കരത്തിൻ്റെ കീഴിൽ നമുക്കിരിക്കാം. സർവശക്തൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ്.